നമസ്കാരം. ഇത് മുതാക്കലിന്റെ 18-ാം വാർഡ്, മുതാക്കൽ പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ 18-ാം വാർഡ് കോരാണി പുകയില മുക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഈ ഇലക്ഷന് വളരെ കൗതുകമായ ഒരു സംഭവം നടന്നു. അത് മറ്റൊന്നുമല്ല, ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ, അതായത് കോൺഗ്രസിന്റെ വിജയകുമാർ ഏട്ടൻ, അതുപോലെ തന്നെ അഖിലും, രണ്ടുപേർക്കും ഒരേ വോട്ട് കിട്ടി. 424 വോട്ട് അല്ലേട്ടോ, 424 വോട്ട്, 424 വോട്ട് വീതം കിട്ടി. അത് മാത്രമല്ല, പോസ്റ്റൽ വോട്ടും തുല്യമായിരുന്നു. അങ്ങനെ ഇവർ കണ്ടു തുല്യ വോട്ടായി. അങ്ങനെ നറുക്കെടുപ്പിലൂടെ കോൺഗ്രസിലെ വിജയകുമാർ ഏട്ടൻ വിജയിച്ചു. ചേട്ടാ, ഇങ്ങനെ ഒരു ടൈറ്റ് മത്സരം പ്രതീക്ഷിച്ചിരുന്നോ? ടൈറ്റ് മത്സരം പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ ഈ ഒരിക്കലും നമ്മളെ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ 7 സ്ഥാനാർത്ഥിയുള്ള ഏക വാർഡ് ഇതായിരുന്നു. 7 സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഉണ്ടായിരുന്നു, BJP ഉണ്ടായിരുന്നു, CPM ഉണ്ടായിരുന്നു, SDP ഉണ്ടായിരുന്നു, 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അതിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് നമുക്ക് വിമതനായി മത്സരിച്ച ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ശക്തമായ ഒരു ഇതുണ്ടായിരുന്നു. റിബൽ എൻ്റെത് 380 വോട്ട് പിടിച്ചു. ഓ, അത്രയും വോട്ട് പിടിച്ചല്ലേ? അപ്പോൾ ഇവർ 6 സ്ഥാനാർത്ഥികൾ എന്നെ ടാർഗറ്റ് ചെയ്ത്. കാരണം ഞാനിവിടെ ഈ പൊതുരംഗത്ത് 10-25 വർഷം ഉണ്ട്. റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് 8 വർഷം ഉണ്ട്. അങ്ങനെ പൊതുരംഗത്ത് നമ്മൾ വളരെ കുട്ടിക്കാലം തൊട്ടേ ഉണ്ട്. അത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് സ്വാധീനമുള്ള വാർഡാണല്ലേ 18-ാം വാർഡ്? അങ്ങനെ സ്വാധീനം എന്ന് പറയാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ്. 2010-15 ശേഷമാണ് ഇവിടെ ഒരു കോൺഗ്രസിൻ്റെ അടിത്തറ നല്ലതുപോലെ ഉണ്ടായത്. അതിന് മുന്നേ ഒരു കോരാണി 18-ാം വാർഡല്ല, അന്ന് 10 എന്ന് പറഞ്ഞ ആ സമയത്ത് ഒരു രാംകുമാർ എന്ന് പറഞ്ഞ ഒരു പയ്യൻ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും LDF തന്നെ വന്ന് യഥാർത്ഥത്തിൽ ഇത് LDFിൻ്റെ ഒരു വാർഡായിരുന്നു. പക്ഷേ ഇപ്പോഴ് ഒരു 15 വർഷമായിട്ട് UDFന് നല്ല പ്രാതിനിധ്യമുണ്ട്. ശ്യാമേ, നാട്ടുകാരൻ നിലയ്ക്ക് ഇങ്ങനെ ഒരു മത്സരം പ്രതീക്ഷിച്ചിരുന്നു? അല്ല, ഇത്രയും ടൈറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഈ റിബലായിട്ട് നിന്ന ആൾ കുറച്ച് വോട്ട് പിടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പിടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. 380 വോട്ട് പിടിച്ചു. അതുകൊണ്ട് ടൈറ്റ് ആയ ചേട്ടനാണല്ലോ. ടെൻഷൻ അടിച്ചേട്ടാ? ടെൻഷൻ ഒന്നുമില്ലായിരുന്നു. അവസാനം അവിടെ വോട്ട് എണ്ണി 418 വോട്ടാണ് നമ്മൾ ഞാനും CPM അഖിലുമായിട്ട് മത്സരം വന്നത്. അത് കഴിഞ്ഞ് പോസ്റ്റ് ലെറ്റർ എണ്ണിയപ്പോഴും 6 വീതമായിരുന്നു. അപ്പം വരണാധികാരി പറഞ്ഞു ഞറക്കിടാന്ന് പറഞ്ഞു. ഞറക്കിട്ടു. അവർ ഒരു അരമണിക്കൂർ ഞറക്കിട്ടു. എൻ്റെ പേര് വന്നു, ഡിക്ലെയർ ചെയ്ത് പോയി. അതിനിടയ്ക്ക് അല്ലല്ല, നമ്മൾ ഒരു ടിന്നകത്ത് അവർ പേര് എഴുതി പേപ്പറിൽ ചുരുട്ടി ഇട്ടിട്ട് വരണാധികാരിനെ കണ്ണടച്ചിട്ട് എടുക്കുകയാണ് ചെയ്തത്. എടുക്കുന്നത് എല്ലാവരും അംഗീകരിച്ചു. എല്ലാവരും അവിടെ നിന്നവരെല്ലാവരും ഉണ്ടായിരുന്നു, അംഗീകരിച്ചു. അങ്ങനെ അവിടെ നമ്മൾ അത് ഡിക്ലെയർ കഴിഞ്ഞ് പുറത്ത് പോരുകയും ചെയ്തു. അല്ലാതെ ടെൻഷൻ അങ്ങനെ ഇല്ലായിരുന്നു. ഏതായാലും അഖിലിനെ ഞങ്ങൾ കുറച്ച് നേരം ട്രൈ ചെയ്തു. അഖിൽ ഫോൺ എടുക്കുന്നില്ല. എവിടെ ക്ലാസ്സൊക്കെ ഉള്ള ആളാണെന്ന് അറിഞ്ഞപ്പോൾ ക്ലാസ്സിന് പോയതോ എന്താണെന്ന് അറിയില്ല. നമ്മൾ ഒന്നുകൂടി ട്രൈ ചെയ്യാം. അഖിൽ ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾ ട്രൈ ചെയ്യായിരുന്നു, ഫോൺ എടുക്കുന്നില്ല അഖിൽ. ചേട്ടാ, ആ ഒരു സമയത്ത് ഈ ഒരു 2 പേർക്ക് 420 വോട്ട് വീതം കിട്ടുന്നു, നറുക്കെടുപ്പിലിടുന്നു, ആ ഒരു സമയത്ത് മാനസികാവസ്ഥ എന്തായിരുന്നു? എനിക്ക് മാനസിക സമ്മർദ്ദത്തിന് പകരം ഈ ഒരു അരമണിക്കൂർ എനിക്കൊരു 80 കോൾ വന്നു. ഈ 80 പേരും എന്നോട് പറഞ്ഞത് നമ്മളെല്ലാവരും കുടുംബത്തോട് വിജയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിനക്ക് തന്നെ ഞർക്ക് വീഴും എന്നാണ് പറഞ്ഞത്. 80 പേരോളം എന്നെ വിളിച്ചിരുന്നു. ഈ ഒരു 20 അരമണിക്കൂറിനകത്ത് 80 പേരോളം എന്നെ വിളിച്ചിരുന്നു. ആ സമയത്ത് പിന്നെ എനിക്ക് ടെൻഷൻ ചിന്തിക്കേണ്ട സമയം വന്നില്ല. അവർ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വന്നവരുടെ ചേട്ടനോട് ഒരു കാര്യം പറഞ്ഞു, അതായത് ഒരു ലോട്ടറി എടുക്കേണ്ട സമയമാണ് അല്ലേ? അത് അവിടുത്തെ വന്നകാര്യം പറഞ്ഞു. അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു, വിജയ് ഈ സമയത്ത് ലോട്ടറി ഇപ്പം അടിക്കും, ഇന്ന് എടുക്കണം. പക്ഷേ ഞാനത് എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എടുത്തില്ല. നിങ്ങൾ നാട്ടുകാരൊക്കെ അല്ലേ? ഞാൻ നാട്ടുകാരാണ്. ഞാൻ എൻ്റെ പ്രവർത്തനമാണ്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ സംഭവം ടൈറ്റ് ആവുമെന്നൊക്കെ. ഈ ടൈറ്റ് ആവുമെന്ന് പ്രതീക്ഷ എനിക്ക് നല്ല ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെ എനിക്ക് എൻ്റെ ചേട്ടൻ വിജയിച്ച് കാണണമെന്ന്. ശരി 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 ഏതായാലും ഒരു അത്ഭുത സംഭവമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എത്ര വോട്ട്, 424 വോട്ട് വീതം. ഈ റിബൽ സ്ഥാനാർത്ഥി, മത്സര സ്ഥാനാർത്ഥി കഴിഞ്ഞ 8 വർഷമായിട്ട് പാർട്ടിക്കെതിരാണ്. എങ്കിലും നമ്മൾ പുള്ളിയെ കൂടി ചേർത്ത് കൊണ്ടുപോകുമായിരുന്നു. ഒരു പാർട്ടിക്കാരനാണല്ലോ എന്നുള്ള ഒരു ഒറ്റ ഇതുകൊണ്ട് നമ്മളെ വാർഡ് കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ പുള്ളിയെ ചേർത്ത് കൊണ്ടുപോയായിരുന്നു. കഴിഞ്ഞ ഈ ഇലക്ഷൻ 1 മാസം മുമ്പാണ് പുള്ളി പാർട്ടിക്കകത്ത് വന്നിട്ട് ചില ആൾക്കാർ ഇതുകൊണ്ട് പുള്ളി മത്സരിക്കണമെന്ന് പറയുകയും എന്നിട്ട് പാർട്ടിക്കകത്തുള്ളവർ നാട്ടുകാരും പറഞ്ഞു ഒരു പട്ടം മാറിക്കൊടു, പുള്ളി മത്സരിക്കട്ടെ. രണ്ടുപേരെയും ഈ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നല്ലോ മത്സരത്തിന്, ഇപ്പം മാറിക്കൊടുന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി പുള്ളി മാറാതെ ഒരു കടുംപിടുത്തത്തിന് പേരിൽ മത്സരിച്ചാണ് ഈ കോൺഗ്രസിനെ ഈ നമുക്ക് ടൈറ്റായ അവസ്ഥയെ കൊണ്ട് എത്തിച്ചത്. അല്ലെങ്കിൽ ഒരു 300 വോട്ട് പോയി ഞാൻ ജയിക്കുമായിരുന്നു. പാർട്ടി പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് വാർഡ് കമ്മിറ്റിയിലും അല്ലാതെ ഉള്ള കമ്മിറ്റികളിലെല്ലാം പറഞ്ഞിട്ടാണ് തത്സമയമായപ്പോഴും മാറിയിട്ട് ഇങ്ങനെ ഒരു ഇതെടുക്കുകയും. വാർഡ് കമ്മിറ്റിയിൽ വാർഡ് കമ്മിറ്റി 18 പേര് 15 പേര് സപ്പോർട്ട് എനിക്കായിരുന്നു. 15 പേര് എൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ KPC നിർദ്ദേശം അങ്ങനെയായിരുന്നു. വാർഡ് കമ്മിറ്റി എന്ത് പറയുന്നു അത് കേൾക്കണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ അത് നമ്മളെ വാർഡ് കമ്മിറ്റി നമ്മളെ മണ്ഡലം കമ്മിറ്റി ഉൾക്കൊള്ളാൻ തയ്യാറായില്ല.
എന്തായാലും ദൈവം ചേട്ടൻ്റെ കൂടെ ആ, ചേട്ടൻ ജയിക്കണോ തിരുവനന്തപുരം മുമ്പേ ഉണ്ടായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ മുതാക്കൽ പഞ്ചായത്ത് ഏറ്റവും വലിയ പുരുഷ ജയിച്ചതല്ലേ? 300 ജയിക്കും. ഇത് കൗതുകരമായ ഒരു വാർത്തയാണ് നിങ്ങളൊന്ന് എടുത്തത്. കാരണം ഒരു കൗതുകമാണ് രണ്ടുപേർക്ക് 420 വരിക, പോസ്റ്റൽ വോട്ട് വരിക, നറുക്കെടുപ്പിൽ ഒരു സ്ഥാനത്ത് ജയിക്കുക. ആർക്കും ഇപ്പോൾ അഖിലും പിന്നെ വിജയമാലോട്ടാണെന്ന് യാതൊരു പ്രശ്നവും അവർ സുഹൃത്തുക്കളാണ്, ബന്ധുക്കാരാണ്. ആർക്കും ഒരു വിദ്വേഷവും ദേഷ്യമൊന്നുമില്ല. ഇവിടെ ആരും വടിവാളൊന്നും എടുക്കുന്നില്ല അല്ലേ? അങ്ങനെ ഈ നമ്മളിവിടെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ഇതേ വർഷങ്ങളായി ഉള്ളതാണ്. എല്ലാം പരസ്പരം ധാരണ ഉയർന്നു പോകുന്നവരാണ്. ഒരു ജയിച്ച കോൺഗ്രസ് സ്ഥാനത്ത് നിലയ്ക്ക് വിജയമാലോട്ട ഈ ഒരു സംഭവം ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും ഒരുപോലെ ആനന്ദിച്ച് ആസ്വദിച്ച പാട്ടായിരുന്നു ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത്. ഒരു പക്ഷേ ഒരു വേൾഡ് ഹിസ്റ്ററി തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പാട്ട് ഒരു ഇലക്ഷനെ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ അതിനെതിരെ കേസ് വന്നിരിക്കുകയാണ്. തിരുവാഭരണ സംരക്ഷണ സമിതി ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ, കോൺഗ്രസ് പ്രവർത്തന നിലയ്ക്ക് എന്താ പറയുള്ളത്? ഈ പാട്ട് ഇറങ്ങിയിട്ട് ഏറെ നാറായി. അന്നൊന്നും ആർക്കും പരാതിയോ കേസോ വഴക്കോ ഒന്നും ഇതിനെപ്പറ്റി ആരും വേണ്ടിയില്ല. അന്ന് ഈ പാട്ട് എല്ലാവരും ആസ്വദിച്ചു. പൊതുജനം ഉൾപ്പെടെ കേരളത്തിന് അകത്തും പുറത്തുള്ളവരെ എല്ലാവരും ആസ്വദിച്ചു. ഒരു ഇലക്ഷൻ വന്നു. ഇലക്ഷന് ഒരു പാർട്ടി തോക്കുകയും മറ്റൊരു പാർട്ടി വിജയിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ഭൂരിപക്ഷം നേടുകയും വിഭൂഷണം കുറയുകയും ചെയ്തു. അപ്പോഴും ഈ പാർട്ടി എങ്ങനെ വിവാദമാകുന്നു, എങ്ങനെ എന്തിനവർ കേസ് കൊടുക്കുന്നു, എന്തിനത് കോടതി പോകുന്നു? ഈ പുകയിലതപ്പ് ജംഗ്ഷനിൽ ഞാൻ ഒരുപാട് വാർത്ത ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. സമൂഹ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ കവർ ചെയ്യാൻ വന്നിരുന്നു. നല്ല ആൾക്കാരാണ്. എന്തായാലും ഇരുവർക്കും തുല്യ വോട്ട് കിട്ടി. അതുകൊണ്ട് ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഭാഗ്യം കൂടെ എന്ന് വിജയവാറിൻ്റെ കൂടെയാണ് ചേട്ടൻ ജയിച്ചു. ക്യാമറമാൻ അനീഷ് ബംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.